ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ നാട്ടിൽ വന്നപ്പോഴേ അമ്മയ്ക്കൊരാഗ്രഹം മുടിയൊക്കെ വാലായിട്ട് കിടക്കുന്നത്. അപ്പം അമ്മ ഒന്നിങ്ങനെ മുടി ഇങ്ങനെ തുമ്പ് മുറിച്ച് തന്നുട്ടാ. അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുക, അത് കാരണം ഞാൻ ആ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത് മുറിക്കുന്നത്. അമ്മയ്ക്ക് ഇനി വിഷമമായാലും അങ്ങനെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇടുമ്പോൾ എന്ന് വിചാരിച്ചിട്ട്, കാരണം ഞാൻ ക്ഷീണമായിട്ടിരിക്കുന്നത്, അത് കാരണം അമ്മേനെ മുടി വെട്ടണമെന്ന് എടുക്കാഞ്ഞത് കേട്ടാ. അപ്പോൾ മുടി വെട്ടിയപ്പോൾ പണ്ട് ചെറുതൊക്കെ ആയിരിക്കുന്ന കാലത്ത്, പണ്ടല്ല ഇപ്പോഴായാലും നാട്ടിൽ വന്ന് വെട്ടീനെ അങ്ങനെ ചെയ്യാറുണ്ട്. മുടി വെട്ടിയിട്ട് കൈതക്കൂമ്പിൽ കൊണ്ടുവയ്ക്കും. എന്തിനാണെന്ന് വെച്ചാൽ മുടി നല്ല പോലെ വലുതാവും, കൈതോല പോലെ ഇങ്ങനെ വലുതാവും അങ്ങനെ. അപ്പോൾ ഇന്നും വെട്ടിയപ്പോൾ അമ്മ പറഞ്ഞു തറവാടിൻ്റെ അപ്പുറത്ത്, ഇപ്പോൾ കൈതിയൊന്നും അങ്ങനെ കാണാറില്ലല്ലോ, തറവാടിൻ്റെ അപ്പുറത്ത് തന്നെ കൈതിയുണ്ട്, അവിടെ പോയിട്ട് വെച്ചോന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൈതക്കൂമ്പിൽ ഇത് കൊണ്ടുവയ്ക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൽ ആരൊക്കെയാണ് കൈതേര കൂമ്പിൽ മുടി വെട്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റായിട്ട് ഇട്ടോളൂ കേട്ടോ. എൻ്റെ പിറകിൽ കാണുന്ന വീട് തറവാടാണ്. ഞാനങ്ങനെ കൈതക്കൂമ്പിൽ കൊണ്ടുവയ്ക്കാൻ പോവാണേ. കണ്ട കൈതങ്ങനെ സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കൂമ്പിലേക്ക് ഞാനിങ്ങനെ എൻ്റെ കുറച്ച് മുടി വെട്ടിയുള്ളൂ കേട്ടോ, കാരണം ഞാൻ നാട്ടിൽ വരുന്നതിൽ മുന്നേ ഇങ്ങനെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മുടി ഇതേ ഇങ്ങനെ വെട്ടി ഞാൻ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ട. അപ്പോൾ തറവാട്ടിൽ അപ്പുറത്ത് വീട്ടുകാരൊരു കുളം ഉണ്ട്, അതിൻ്റെ അതിർത്തിയിൽ ഇങ്ങനെയുള്ളൊരു കൈതിയാണ് കേട്ടോ. ഇപ്പോൾ അങ്ങനെ കൈതിയൊന്നും അങ്ങനെ കാണാനില്ല. അതിൻ്റെ ഇടയിൽ തന്നെ കുറേ കൊമ്പും ജില്ലയും ചീമക്കൊന്നേരൊക്കെ നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതൊക്കെ ഫ്രണ്ട്സാണ് കൈതക്കൂമ്പിൽ മുടി വെട്ടി കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റായിട്ട് ഇടണം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ, ഹാവ് എ